രാധാകൃഷ്ണൻ? പാലക്കാട് പിരായിരി. പിരായിരിയിൽ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. അങ്ങ് ഈ അവിടെ ഒരു ദിവസം എന്നോട് പിന്നെ മകൾ വിദേശത്താണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ? അതെ തന്നെ. എൻ്റെ ഒരു ഓർമ്മശക്തി എന്താ ഗംഭീരം തന്നെ അല്ലേ? കറക്റ്റ്. വളരെ നാളായി വിളിച്ചിട്ട് ഇന്നാണ് കിട്ടിയത്. അതെന്ത് പറ്റി? എന്നെ മറന്നുപോയതാണോ അതോ? അല്ല, മറന്നുപോയതല്ല. ഇടയ്ക്ക് പറ്റുന്നില്ല, ഇടയ്ക്ക് നിങ്ങളുടെ ലൈൻ കിട്ടൂല. ഇതിപ്പോ കുറെ നേരം ഇരുന്ന് വിളിച്ചിട്ടാണ് കിട്ടിയത്. അതെയോ? അപ്പൊ ഞാൻ വളരെ നാള് എയർഫോഴ്സിലെ ഹെലികോപ്റ്ററിലെല്ലാം വർക്ക് ചെയ്ത ഒരാളാണ്. അത് കഴിഞ്ഞ് അങ്ങനെ ഒരാളെയാണ് ഞാനും കാത്തു നിൽക്കുന്നത്. അപ്പൊ അങ്ങ് ഒരു മുൻ സൈനികനാണ്, ഹെലികോപ്റ്ററിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ, വളരെ നാള് ഈ പറഞ്ഞ തന്നെ ഹെലികോപ്റ്ററിൽ പണ്ടും പണിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറിയിൽ നിന്ന് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്. അപ്പൊ അങ്ങക്ക് ഈ വിമാനം ഇങ്ങനെ എപ്പോഴെങ്കിലും ഈ ഹെലികോപ്റ്റർ തള്ളുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? ഞങ്ങള് ഹെലികോപ്റ്റർ തള്ളുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് എയർഫോഴ്സിൽ ഇരിക്കുമ്പോഴും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി അതെല്ലാം നല്ല ടാർമക്കാണ്. അവിടെ എല്ലാം കോൺക്രീറ്റ് ഇട്ട് നല്ല ഇതാണ്. ഇതിവിടെ പറ്റിയത് ഒരു മാസം മുന്നേ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വരുന്നു എന്ന് അറിയിച്ചിട്ട് ഒരു കോൺക്രീറ്റ് ഇത് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? ഒരു മാസം മുന്നേ ഈ വിവരം എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. പ്രസിഡന്റ് ശബരിമല വിസിറ്റ് ചെയ്യുന്നു. ഒരു നല്ല കോൺക്രീറ്റ് ഇട്ട് ഭംഗിയായിട്ട് അത് ഇന്നലെ എങ്ങാണ്ടോ കോൺക്രീറ്റ് ചെയ്ത് ഏത് ഈവൺ ഒരു കാറ് പോയാലും അത് താഴും. അതും ഇത്രയും വെയിറ്റ് ഉള്ള ഒരു ഹെലികോപ്റ്റർ. പിന്നെ സന്തോഷമുള്ള വെച്ചാൽ എല്ലാവരും കൂടി ഉണ്ടി അത് മാറ്റി. ഏതായാലും കുഴപ്പമില്ലാതെ. പക്ഷെ ഇതില് വളരെ ഭംഗിയായിട്ട് ഒരു അന്വേഷണം വേണം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്. ആരെയും കുറ്റം പറയുകയല്ല, ഗവൺമെന്റിന്റെ അടുത്തുനിന്നുകൊണ്ട് പ്രശ്നം. സെൻട്രൽ ഗവൺമെന്റിനെ കുറ്റം പറയാനല്ല പറഞ്ഞാൽ അവര് നേരിട്ട് ഒരു മാസം മുന്നേ അവരുടെ വിവരം അറിയിച്ചിരുന്നു വരുന്നു. ഒരു ഹെലിപാഡ് ഉണ്ടാക്കാൻ അത് എത്ര ഇത് ചെയ്തിട്ട് ഇത്ര ഇത് വിവരം അറിയാവർക്ക് ഒരു നല്ല കോൺക്രീറ്റ് 1.5 മാസം മുന്നിട്ട് ഇത് ഇളകുവോ? ഒരിക്കലും ഇളകില്ല, ഹെലികോപ്റ്റർ താഴുകയില്ല. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കംപ്ലീറ്റ് ആളുകൾ കാണുന്നില്ലേ മിസ്റ്റർ മനു? അല്ലെ, അങ്ങ് പറയുന്നത് ഇത് കൃത്യമായ ഒരു നിരുത്തരവാദിത്വപരമായ പെരുമാറ്റത്തിന്റെ ബാക്കി പാത്രമാണ് അല്ലേ? അത് തന്നെ. ഇതിനൊരു നല്ല അന്വേഷണം വേണം, അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ അതൊരു ഒരു ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൃത്യമായ ഒരു നിലപാടാണ്. ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല. അദ്ദേഹം ഹെലികോപ്റ്ററിൽ ജോലി ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ലോകത്ത് ആളുകൾ കേൾക്കുന്നത് തന്നെ വളരെ വിരളമായിട്ടാണ്. ഇന്ത്യയിൽ ഇത് എയർഫോഴ്സിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് തന്നെ എല്ലാ കാലത്തും ഓർമ്മിക്കുന്ന ഒരു നാണക്കേട് പോലെയായി. അതാണ് ശ്രീ രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആറന്മുളയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട് കേട്ടോ, ശ്രീ വാസുദേവൻ.